ദുഹാ നിസ്കാരം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ ഓതി പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം 20 മിനിറ്റ് ആഫ്റ്റർ സൺറൈസ്, അത്രയും 20 മിനിറ്റ് ഉദയം കഴിഞ്ഞു കടന്നാൽ 2 റക്അത്തുകളായി ദുഹാ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറന്റെ കൂലി. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാത്ത്, എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സുയാമു 3 അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ, എല്ലാ അറബ് മാസത്തെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ളുഹാന്റെ 2 റക്അത്ത് മുടങ്ങാതെ നിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ കൂടെ നിസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സിദ്ധമായ ഹദീസാണ്. കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഊരവേദന, കൈവേദന, മുട്ടുകാല വേദന, എന്തൊക്കെ വേദനകളാണ്. ഇതൊക്കെ മരുന്ന് വേണ്ടേ? ദുഹാ നിസ്കാരം അതിന്റെ മരുന്നാണ്. എത്ര പൈസ നമ്മൾ അരിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതില്ലേ ദുഹാ നിസ്കരിക്കാതെ. നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ, ജോയിന്റുകൾ, അതിനൊക്കെ പകരം അല്ലാഹുവിന് സ്വതക്ക് കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ജോയിന്റ് ഉണ്ടെന്നറിയാം നമ്മുടെ ശരീരത്തില്? മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല, നമ്മുടെ നെർവുകൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകളൊക്കെ കൂടിയാൽ 360 ജോയിന്റ്, 360 ജോയിന്റുകൾ ഉണ്ടെന്ന. നമ്മളൊരു റുക്കൂഇലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങും ഒരു റുക്കൂഅ് ചെയ്യാൻ, ഊര വളയാൻ. ഊരവേദന വരുമ്പോഴേ മുഅ്മിനെ റുക്കൂഅൊന്നും വേദനയില്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദനയില്ല. നമ്മൾ സുജൂദ് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂദ് കഴിഞ്ഞിട്ട്. എന്താണ് ആ സുജൂദ്? അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ? നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അല്ലാഹു വെച്ച 360 ജോയിന്റുകൾക്ക് 360 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഒരു ദിവസം. ഇപ്പൊ സ്വഹാബികൾ പൊന്നാര നബി, അതിന് മാത്രം പൈസ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. 360 സ്വതക്കേ. ഓരോ സുബ്ഹാനല്ലാഹും സ്വതക്കയാണ്. 360 ചൊല്ലി. കുല്ലു തഹ്മീദത്തിൻ സ്വതഖ, എല്ലാ അൽഹംദുലില്ലയും സ്വതഖയാണ്. പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയത്, പൈസ ഉള്ളവർക്കും പറ്റിയത് സ്വതഖയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സ്വതഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വതഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 360 തവണ നിങ്ങൾ ചൊല്ലിയേക്കണം. കുല്ലു തക്ബീറത്തിൻ സ്വതഖ, എല്ലാ അല്ലാഹു അക്ബറും സ്വതഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സ്വതഖ, ഒരു നന്മ ചെയ്യാൻ പറയുന്നത് സ്വതഖയാണ്. അങ്ങനെ 360 കൊടുക്കും. വനഹിയുൻ അനിൽ മുൻകരി സ്വതഖ, ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സ്വതഖയാണ്. 360 തവണ ചെയ്യുന്നത് ഒരു ദിവസം. വയുജിസിഉ മിൻ ദാലിക, ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വതഖക്ക് പകരം മതിയാകുന്ന ഒരു സംഗതിയുണ്ട്. റക്അതാനി യർകഉഹുമാ മിനൽ ദുഹാ, ദുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഈ 360 കളിപ്പുകൾക്കുള്ള സ്വതക്കക്ക് തുല്യമാണ്. 2 റക്അത്ത് ദുഹ ഇതുവരെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും 2 റക്അത്ത് കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കും.